പോകാത്തവരായി ആരുണ്ട്? എങ്കിൽ നമുക്കൊരു യാത്ര പോയാലോ? ഞങ്ങൾ നിങ്ങളെ ചില വർഷങ്ങൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഉണ്ണൂണി സാറിന്റെ കാലത്താണ്. അതാ അങ്ങോട്ട് നോക്കൂ, ഒരു അപ്പച്ചനും അമ്മച്ചിയും ആരാധനയ്ക്കായി കടന്നു വരികയാണ്. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചതിന്റെ പേരിൽ സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അവർ അനുഭവിക്കേണ്ടി വന്നത് കുറച്ചൊന്നുമല്ല. ആരും സഹായമില്ലാതെ ഇരുന്നവർ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു പോവുകയാണ്. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ഇതാ ഇനിയും നമ്മൾ കടന്നു പോകുന്നത് ചില വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ആരാധനയിലേക്ക്. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയവരുടെ രണ്ടാം തലമുറ തങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണീരിന് ഫലമായി ദൈവം അവരെ മാനിക്കുകയുണ്ടായി. നന്ദിയുള്ളവരായി അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. ഇതാ വീണ്ടും ഒരു സഭായോഗം മൂന്നാം തലമുറ ആരാധനയ്ക്കായി. തങ്ങളുടെ മാതാപിതാക്കളുടെ ഉപവാസത്തിനും കണ്ണീരിനും ഫലമായി ദൈവം അവരെ എല്ലാ രീതിയിലും മാനിച്ചു. വിദ്യാസമ്പന്നരായി ഇവർ ലോകത്തിലേക്ക് ഇറങ്ങി. അതിനാൽ ഇവർക്ക് ആത്മീക മന്ദത സംഭവിച്ചു. ഇതാ ആ കുടുംബത്തെ കാണുക. ആരാധനയിലെ ഉദാസീനത നിങ്ങൾ കാണുന്നില്ലേ? ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ യാത്ര ചെയ്ത് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ന്യൂ ജനറേഷൻ സഭായോഗത്തിലാണ്. ഇതാ ഒരു കുടുംബം ആരാധനയ്ക്കായി കടന്നു വരുന്നു. ഇവരുടെ വരവ് കണ്ടാൽ ഇവർ ആരാധനയ്ക്ക് തന്നെയാണോ വരുന്നതെന്ന് തോന്നിപ്പോകും. ആദ്യ മാതാപിതാക്കന്മാർ ദൈവവചനം മാറോട് ചേർത്ത് പിടിച്ച് പോയ രംഗം നാം കണ്ടു. എന്നാൽ ഇവരെ നമ്മൾ നോക്കുക. കാര്യസാധ്യത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ കടന്നു വരുന്ന തലമുറ. നമ്മൾ യാത്ര ചെയ്ത് ഈ 21-ാം നൂറ്റാണ്ടിൽ വന്നു നിൽക്കുമ്പോൾ ആത്മീക ഗോളത്തിന്റെ അധപ്പതനം എത്രമാത്രം എന്ന് മനസ്സിലാക്കുക. കുടുംബങ്ങളുടെ അകൽച്ചയും ശിഥിലീകരണവും ആത്മീക അധപ്പതനവും എത്രമാത്രം എന്ന് ഇതിൽ നിന്നും വിശകലനം ചെയ്യാം. ഇനിയുള്ള തലമുറ എങ്ങനെയാണെന്ന് ആർക്കറിയാം? നമ്മുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നം അവശേഷിക്കുകയാണ്. വിലാപങ്ങൾ 2:19 ഇപ്രകാരം പറയുന്നു: രാത്രിയിൽ രമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്ക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലക്കിലൊക്കെയും വിശപ്പുകൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. മാതാപിതാക്കളെ, തലമുറകൾക്ക് വേണ്ടി നമുക്ക് കരയാം, നെടുമ്പാട് വീഴാം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാം.